ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ. ഓവനോ ബീറ്ററോ മുട്ടയൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഓറിയോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് എന്ന് പറയുമ്പം 24 ബിസ്ക്കറ്റാണുള്ളത്. ഇതിൻ്റെ ക്രീം ഒന്നും മാറ്റുന്നില്ല. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബിസ്ക്കറ്റിലേക്ക് 1/2 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ മുഴുവൻ പാലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ 1/2 കപ്പ് പാലും ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ബട്ടറിന് പകരം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഈ കേക്കിൻ്റെ ബാറ്ററിൽ വെളുത്ത് കാണുന്നത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ക്രീം മാറ്റാതെയാണ് മിക്സിയിൽ പൊടിച്ചിട്ടുള്ളത്. പാലൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ ക്രീമിൻ്റെ ബട്ടർ തെളിഞ്ഞ് വരുന്നതാണ് ഈ വെള്ള കളറിൽ കാണുന്നത്. ഇനി നിങ്ങൾക്ക് ക്രീം വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി ക്രീം മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ടൊരു ഇഡ്ഡലി ചെമ്പിൽ ഞാൻ 1 കപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു തട്ടും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുവാണ്. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇവിടെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്നും പുറത്തേക്ക് മാറ്റുവാണ്. നമ്മുടെ കേക്ക് ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓറിയോ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സൂപ്പർ കേക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. അതോടൊപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.